പ്രവർത്തനങ്ങൾ പെരുകി വന്നാലും അവർക്കെല്ലാം ദർശനം ഉറപ്പാക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ കാലകൂട്ടി തന്നെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ജാഗ്രതയോടെ നിൽക്കുന്നത്. ഇപ്രാവശ്യം ശബരിമല 53,60,000 പേർ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലായിരിക്കും നമ്പർ. പക്ഷേ ഒരു കുറ്റമില്ലാതെ ഒരു പരാതിരഹിതമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ എത്ര ലക്ഷങ്ങൾ വന്നാലും ഗവൺമെന്റിന് കഴിയുമെന്നുള്ളതിന് തെളിവല്ലേത്. എന്നതുപോലെ തന്നെ ആറ്റുകാലിൽ ഓരോ വർഷവും ഇത് വർദ്ധിച്ചു വന്നാലും അതെല്ലാം ഇവിടെ നമുക്ക് അവർക്കെല്ലാം അക്കോമഡേഷൻ ഉറപ്പാക്കി, അവർക്ക് ദർശനം ഉറപ്പാക്കി, പൊങ്കാല ഇടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയും. അതുകൊണ്ടാണ് ഗവൺമെന്റ് കാലയെ കൂട്ടി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് മുന്നോട്ട് വന്ന് അതെല്ലാം ഫലം കണ്ടിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഈ തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അപ്പോൾ അവസാന വട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് തോന്നുന്നത്? ബഹുമാന്യായ മന്ത്രിയുടെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഇടപെടുന്ന ഒരു കേന്ദ്രമായി ഈ ഉത്സവം ബന്ധപ്പെട്ട ഗൗരവം മനസ്സിലായല്ലോ. എല്ലാ MLA-മാരും ജനപ്രതിനിധികളുമെല്ലാം ഇതിൻ്റെ പുറകിലാണ്. കഴിഞ്ഞ ഒരു 10 ദിവസക്കാലമായി ഇത് വിജയിപ്പിക്കാൻ ആയിരക്കണക്കായ ജീവനക്കാരുടെ നല്ല അധ്വാനവും ശ്രമവും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഒരു പരാതിക്കും ഇടയില്ലാതെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം മാറാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. അപ്പോൾ വരും വർഷങ്ങളിലും ഒരുപക്ഷെ ഇനിയും വലിയ ഭക്തജന തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ക്രമീകരിക്കാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ വരും വർഷങ്ങളിലും സ്വീകരിക്കും. അതെ, 15 വർഷത്തിന് മുമ്പ് ഇവിടെ ആരംഭിച്ച ക്ലീനിങ് പ്രവർത്തനങ്ങൾ ഉത്സവം പൊങ്കാല കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ പൊങ്കാലയുടെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്ന ആ പ്രവർത്തനം അന്നത്തതിൻ്റെ 10 ഇരട്ടി ആളുകൾ എത്തിയ ഇപ്പോഴും വളരെ ഭംഗിയായി നടക്കുകയില്ലേ. അത് കാണിക്കുന്നത് എന്താ? ഗവൺമെൻറ് സംവിധാനങ്ങൾ ഓരോ വർഷം കഴിയുന്നതോറും ഭക്തജനങ്ങളുടെ തിരക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസൃതമായ പ്രവർത്തനങ്ങളിലേക്ക് തയ്യാറായിട്ടുണ്ട്. പോലീസിൻ്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം അക്രമ സംഭവങ്ങളടക്കം പെരുകിയിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ലഹരിയുടെ അടക്കമുള്ള ഉപയോഗങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം, ഏകോപനം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതെ, നേരത്തെ സ്വീകരിച്ചു. ഇത്തവണ പോലീസിനെ പോലെ തന്നെ പ്രാധാന്യം എക്സൈസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിനും. അതിലെല്ലാം തന്നെ വനിതകളടക്കമുള്ള 100 കണക്കായിട്ടുള്ള ജീവനക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 10 ദിവസമായി നിൽക്കുകയാണ്. അതുകൊണ്ട് എക്സൈസിൻ്റെയും ലഹരി പദാർത്ഥവും പരമാവധി കുറയ്ക്കാനുള്ള എല്ലാ നടപടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.